വെൽക്കം ടു ഇ-മെറിറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതേ പോസ്റ്റിലേക്ക്, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നടത്തിയ 2 കേരള PSC എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇ-മെറിറ്റ് ലേണിംഗ് ആപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്ഷൻ, അതായത് ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്ഷൻ, പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ് അനാലിസിസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്ഷനും കൂടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അപ്പോൾ ഇതിന് മുൻപ് കേരള PSC ഇതേ പോസ്റ്റ് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് 2011 നോട്ടിഫിക്കേഷൻ. അതിൻ്റെ എക്സാം 2 വർഷം കഴിഞ്ഞ് 2013 അതിൻ്റെ എക്സാം നടന്നത്, റിട്ടൺ എക്സാം നടന്നത്. 2013 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനുള്ള എക്സാമും 2015 NCA നോട്ടിഫിക്കേഷനുള്ള എക്സാമുമാണ് നടന്നത്. ആ 2 എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2011 നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാം, അല്ലെ KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് കേരള PSC നടത്തിയ 2013 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ 2011 ഇറങ്ങിയ നോട്ടിഫിക്കേഷനിൽ അന്ന് ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിൽ കൂടിയും 80 ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസ് GK ക്വസ്റ്റ്യൻസും ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ 2021 നോട്ടിഫിക്കേഷനിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ ഇലക്ട്രിക്കൽകാർക്ക് മാത്രം ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടി കേരള PSC പുറത്തിറക്കിയ സിലബസ് തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ എക്സാമിനും കേരള PSC ഫോളോ ചെയ്യുന്നത്. സിലബസിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എഴുതുന്നവരുടെ ക്വാളിഫിക്കേഷൻ മാത്രം ഇലക്ട്രിക്കൽകാർക്കും വേണ്ടി മാത്രമാക്കി സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതേ സിലബസ് ഫോളോ ചെയ്താണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതും 2011 നോട്ടിഫിക്കേഷൻ നടന്ന എക്സാംസിൻ്റെ അതേ സിലബസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഏകദേശം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിയുന്ന, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ടോപ്പിക്സും കേരള PSCയുടെ ആ സിലബസിലുണ്ട്. അതുകൊണ്ട് സിലബസിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരില്ല. ഒരു വ്യത്യാസം മാത്രമേ മുമ്പുണ്ടായിരുന്ന GK പോർഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന എക്സാം. അപ്പം നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസിനകത്ത് മൊത്തം സിലബസിന് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ യൂണിറ്റും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു 2ാമത്തെ യൂണിറ്റും. ഫസ്റ്റ് യൂണിറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും സെക്കൻഡ് യൂണിറ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റുമാണ്. അപ്പം ഇതിനകത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് വീണ്ടും സബ് യൂണിറ്റ്സ് ആയിട്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, utilization of electrical power, DC machines, renewable sources of energy, generation, transmission and distribution, switchgear and protection, അല്ലെങ്കിൽ power system, AC machine, transformers, electrical measurements and measuring instruments എന്ന് പറയുന്ന യൂണിറ്റ്, 3 യൂണിറ്റുകൾ ഉൾപ്പെട്ടതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പം 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 യൂണിറ്റ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ യൂണിറ്റാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. 2ാമത്തെ യൂണിറ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റും പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റുമാണ് അതിലടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഈ സിലബസിനകത്തുള്ള മെയിൻ യൂണിറ്റ്സ്.
അപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 2 യൂണിറ്റ്സ്, ആ ഓരോ മെയിൻ യൂണിറ്റിൻ്റെ അടിയിലും സബ് യൂണിറ്റ്സും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സിലബസിനകത്ത്. അപ്പം ഞാൻ 2013 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അന്ന് 100 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ ജി കെക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് ആ ജി കെക്കുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അവോയ്ഡ് ചെയ്തു, കാരണം ജി കെ ഇപ്പം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പോയിട്ട് 80 ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. 80 ക്വസ്റ്റ്യൻ, 80 ബാക്കി 80 ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. അതിൽ 61 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ്. 19 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ 80 ക്വസ്റ്റ്യൻസിൽ 61 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 19 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ വന്ന 61 ഈ പല യൂണിറ്റുകളിൽ, ഇലക്ട്രിക്കലിൻ്റെ പല യൂണിറ്റുകളിൽ നിന്ന് എങ്ങനെ സ്പ്ലിറ്റ് ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു യൂണിറ്റിൽ വീണ്ടും സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 3 ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, എ സി ഫണ്ടമെന്റൽസ്. ഇങ്ങനെ 3 സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൽ നിന്ന് 6 മാർക്കിനും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് 5 മാർക്കിനും എ സി ഫണ്ടമെന്റൽസിൽ നിന്ന് 9 മാർക്കിനുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 20 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20% ക്വസ്റ്റ്യൻസ് 2013 എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ യൂണിറ്റായ ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ അതിൽ മെയിനായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് ഡൊമസ്റ്റിക് വയറിങ്സ് ആണ്. ബാറ്ററീസ്, ഡൊമസ്റ്റിക് വയറിങ്സ്, ലാംപ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റാളേഷൻസ് മുതലായവയൊക്കെയാണ് ഡൊമസ്റ്റിക് വയറിങ്ങിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2013 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറിൽ 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങും ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രി. ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ നിന്ന് 4 ക്വസ്റ്റ്യനും ഇലക്ട്രിക്കൽ ഡ്രൈവ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യനും, അങ്ങനെ ആകെ 7 ക്വസ്റ്റ്യൻസ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ഡി സി മെഷീൻസിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ്. ഡി സി മോട്ടർ, ഡി സി ജനറേറ്റർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡി സി മെഷീൻസ്. അതിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയിൽ വിൻഡും സോളാറുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് 2013 ചോദിച്ചിരിക്കുന്നത്. ഇനി ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് പവർ സിസ്റ്റം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് 2013 ചോദിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു വലിയ യൂണിറ്റ് ആണ് എ സി മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. എ സി മെഷീൻസിനകത്ത് സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ ആൻഡ് സ്പെഷ്യൽ മെഷീൻസ് ആണ്. എ സി മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 15ഉം 4ഉം 2ഉം 9ഉം 7ഉം 4ഉം 20ഉം ചേർന്ന് 61 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റിന്റെ അനാലിസിസ് 19 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 12 ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് ബേസിക് ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. പിന്നെ ഇതിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്സും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കൂടെ ചേർന്നാണ് 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സബ് യൂണിറ്റായ പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പവർ ഇലക്ട്രോണിക്സ് മാത്രമല്ല ആ യൂണിറ്റിലുള്ളത്. പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, ബേസിക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഉണ്ട്, മൈക്രോ പ്രോസസ്സർ, ഇതെല്ലാം കൂടെ ചേർന്ന് ഈ യൂണിറ്റിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസും ചോദിച്ചു. ഇങ്ങനെ 12, 7, 19 ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 2013 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടി കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ നമുക്കിതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 മാർക്ക്. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡി സി മെഷീൻസിൽ നിന്ന് 9 മാർക്ക്. സോ ഡി സി മെഷീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതുപോലെ തന്നെ AC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന വലിയ യൂണിറ്റിൽ നിന്ന് 15 മാർക്ക്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്, സർക്യൂട്ട്സ് ആൻഡ് ഡീറ്റെയിൽ ഇലക്ട്രോണിക്സിൽ നിന്ന് 12 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒന്ന് DC മെഷീൻ, പിന്നെ ഉള്ളത് AC മെഷീൻ, ട്രാൻസ്ഫോമർ, പിന്നെ ബേസിക് ഇലക്ട്രോണിക്സ്. ഇത്രയിൽ നിന്നാണ് കൂടുതൽ. 15ഉം 12ഉം 27, 9 36, 20 56 ക്വസ്റ്റ്യൻസ് ഈ 4 യൂണിറ്റിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. 4 യൂണിറ്റ്സിൽ നിന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം 2013 ഈ എക്സാമിൻ്റെ ഫസ്റ്റ് റാങ്ക് ടോപ്പിൽ വന്ന ആളുടെ റിട്ടൺ എക്സാം മാർക്ക് എന്ന് പറയുന്നത് 71 മാർക്കാണ്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 40നും 50നും ഇടയിലുള്ള ഒരു മാർക്കായിരുന്നു. 43 സംതിങ് ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും നമുക്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ ഉറപ്പായിട്ടും ഈ 4 യൂണിറ്റ്സ് നമ്മൾ നല്ലതുപോലെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ 4 യൂണിറ്റ്സ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, DC മെഷീൻസ്, AC മെഷീൻ, ട്രാൻസ്ഫോമർ, മെഷർമെൻറ്റ്സ് ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് നല്ലതുപോലെ നമ്മൾ തറവായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മെജോറിറ്റി ഷെയറും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഒരു വളരെ കുറച്ച് ഷെയർ മാത്രമാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അനാലിസിസിലേക്ക് പോവാം. അതായത് ഒരു NCA നോട്ടിഫിക്കേഷന് വേണ്ടി സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാം 2015 നടത്തി. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെയും GK അന്നുണ്ടായിരുന്നു. അന്നത്തെ നോട്ടിഫിക്കേഷനിലും GK ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 80 ക്വസ്റ്റ്യൻസ് മാത്രമേ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ 65 ക്വസ്റ്റ്യൻസും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. 65 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 65, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. ഇനി നോക്കൂ, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 17 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അത് 20 ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം 17 മാർക്കിന് ഏകദേശം അതേ റേഞ്ച് തന്നെ ചോദിക്കുന്നുണ്ട്. 17 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഡിസൈൻ എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻ നേരത്തെ 4 മാർക്കായിരുന്നു, ഇപ്പോൾ 3 മാർക്കിന് ചോദിച്ചു. യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ നേരത്തെ 7 മാർക്കിനായിരുന്നു, ഇപ്പോൾ 6 മാർക്കിന് ചോദിച്ചു. DC മെഷീൻസ് 12 മാർക്കിന് ചോദിച്ചു. നേരത്തെ 9 മാർക്കായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 മാർക്കിന് ചോദിച്ചു. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി 1 മാർക്കിന് ചോദിച്ചു. പവർ സിസ്റ്റം കഴിഞ്ഞ പ്രാവശ്യം 4 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ. പക്ഷേ ഇപ്രാവശ്യം 7 മാർക്കിന് ക്വസ്റ്റ്യൻസ്, 2015 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ വലിയ യൂണിറ്റ് AC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്ന് 19 മാർക്കിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, DC മെഷീൻ, AC മെഷീൻ, പിന്നെ പവർ സിസ്റ്റത്തിനും ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക്സ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്ന് 11 ക്വസ്റ്റ്യൻസും പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയും ബേസിക് ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 11 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, DC മെഷീൻ, AC മെഷീൻ, പവർ സിസ്റ്റം, ബേസിക് ഇലക്ട്രോണിക്സ്, ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. അതുകൂടാതെ നോക്കൂ, ഏകദേശം 65% ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്. 15% മാത്രമാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ലിസ്റ്റിൽ കയറേണ്ടവർ ഉറപ്പായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയായിരിക്കണം. കൂടാതെ ഇപ്രാവശ്യം ഇലക്ട്രിക്കൽകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതലും സ്ട്രോങ് ഒരു ഇലക്ട്രിക്കൽ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫെമിലിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയായിരിക്കും. കൂടാതെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സിൻ്റെ പോർഷൻസ് ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഉള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഞാൻ മുമ്പ് പറഞ്ഞ 2013 എക്സാമും 2015 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി മേജർ ഷെയർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, പിന്നെയുള്ള ഷെയർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്ന് മെറിറ്റിൻ്റെ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. Prediction based on analysis of for 2021 notification.
അപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇപ്രാവശ്യം 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്രാവശ്യം ജിക്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ 100 ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം ദി ടെക്നിക്കൽ പാർട്ട്. 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ഒരു 75 മുതൽ 89 ക്വസ്റ്റ്യൻസ് വരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നായിരിക്കും. അപ്പം 75% മുതൽ ഒരു 90% ക്വസ്റ്റ്യൻസും വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ആയിരിക്കും. 75 മുതൽ 89 ക്വസ്റ്റ്യൻസ് വരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നായിരിക്കും വരുന്നത്. ഉറപ്പായിട്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ലിസ്റ്റിൽ കയറി പറ്റാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 11 മുതൽ 25 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. 11 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓരോ സബ് യൂണിറ്റിൽ എത്ര പെർസെൻറ്റേജ് എന്ന് നോക്കാം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 21 മുതൽ 23 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് 3 സബ് യൂണിറ്റ്സ് ആണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, AC ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന 3 സബ് യൂണിറ്റ് ചേർന്ന് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 21 മുതൽ 23 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സും AC ഫണ്ടമെന്റൽസും ആയിരിക്കും. കൂടാതെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം ഉണ്ട്. അത് എങ്ങനെ വേണോ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആകെ തുകയായിരിക്കും ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ചോദിക്കുന്നത്. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 20 മുതൽ 23% വരെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, അതായത് ഡൊമസ്റ്റിക് വയറിംഗ്, വയറിംഗ്, ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റാളേഷൻസ്, ലാംപ്സ് ഉൾപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് 3 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ, അതിൽ തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് പറയുന്നതും ട്രാക്ഷൻ ഉൾപ്പെട്ട ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന 2 യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ആകെ തുകയായിട്ട് 5 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. DC മെഷീൻസ്, DC മോട്ടറും DC ജനറേറ്ററും അടങ്ങിയ മൊഡ്യൂളിൽ നിന്ന് 11 മുതൽ 13 ക്വസ്റ്റ്യൻസ് വരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ് DC മെഷീൻസ്. 11 മുതൽ 13 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസിലും വളരെ കുറവായിരുന്നു. ക്വസ്റ്റ്യൻസ് 1ഉം 2ഉം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം KSEB ഏറ്റവും കൂടുതൽ അവരുടെ ഓപ്പറേഷൻസും അവരുടെ കപ്പാസിറ്റി കൂട്ടുന്നതും റിന്യൂവബിൾ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ റിന്യൂവബിളിലുള്ള നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ടെസ്റ്റിൽ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയിൽ നിന്ന് ഷെയർ, അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രസൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 3 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് സോളാറിൽ നിന്നും വിൻഡിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പവർ സിസ്റ്റം, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്വിച്ച് ഗിയർ, പ്രൊട്ടക്ഷനിൽ നിന്ന് 10 മുതൽ 13 അല്ലെങ്കിൽ 11 മുതൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതും നല്ലൊരു ഏരിയ ആണ് പവർ സിസ്റ്റം. AC മെഷീൻ, ട്രാൻസ്ഫോമർ, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് ഏകദേശം 21 മുതൽ 23 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. AC മെഷീൻ, ട്രാൻസ്ഫോമർ, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് 21 മുതൽ 23 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോൺ ഡിവൈസസ്, സർക്യൂട്ട്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് 8 മുതൽ 15 ക്വസ്റ്റ്യൻസും പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് 3 മുതൽ 10 ക്വസ്റ്റ്യൻസ് വരെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ്. 2 ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ഇമെറിറ്റ് ലേണിംഗ് ആപ്പിൻ്റെ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്, 1 ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 2 DC മെഷീൻ, 3 പവർ സിസ്റ്റം, ജനറേഷൻ, ട്രാൻസ്മിഷൻ, സ്വിച്ച് ഗിയർ, പ്രൊട്ടക്ഷൻ, ആൻഡ് AC മെഷീൻ, ട്രാൻസ്ഫോമർ, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ആൻഡ് ദ ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോൺ ഡിവൈസസ്, സർക്യൂട്ട്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം 8ഉം 29, 29ഉം 11ഉം 40, 51, ഏകദേശം 70 മാർക്കിനോളം ഈ പറയുന്ന ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DC മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്വിച്ച് ഗിയർ, പ്രൊട്ടക്ഷൻ, പവർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AC മെഷീൻ, ട്രാൻസ്ഫോമർ, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ്, സർക്യൂട്ട്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു 70 ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ വരണമെങ്കിൽ നമ്മളൊരു 60 മുതൽ 80 വരെയുള്ള മാർക്കെങ്കിലും നമ്മൾ റിട്ടൺ എക്സാമിൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം. അപ്പം അതുകൊണ്ട് ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് നല്ലതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, DC മെഷീൻ, പവർ സിസ്റ്റം,
AC മെഷീൻസ് ആൻഡ് മെഷർമെൻറ്റ്സ് ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. ഇത്രയും ഏരിയാസ് വളരെ നല്ലതുപോലെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം 100 ക്വസ്റ്റ്യൻസിൽ 75% ക്വസ്റ്റ്യൻസും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നായിരിക്കും. 25% അതിൽ താഴെയോ ആയിരിക്കും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻസിലുള്ള പ്രസൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും പ്ലസ് ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്നുള്ള ഒരു പ്രെഡിക്ഷൻ അനാലിസിസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയ്ക്കനുസരിച്ച് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മുമ്പോട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് ഇമെറിറ്റ് ലേണിംഗ് ആപ്പ് വഴി ആദ്യം നിങ്ങൾക്ക് തരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസ്സും അതിൻ്റെ MCQ പ്രാക്ടീസ് ക്ലാസ്സുമായിരിക്കും തരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത്, അപ്പം ഈ ഒരു ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.